നമ്മൾ സാധാരണയായി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതായത് നമ്മുടെ ശരീരം പല രീതിയിലുള്ള വാർണിംഗ് സൈൻസ് നമുക്ക് തന്നാലും നമ്മളതിനെ മൈൻഡ് ചെയ്യാതെ പോവുക എന്നുള്ളത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഇടയ്ക്ക് തലവേദന അനുഭവപ്പെടാറുണ്ട്, ക്ഷീണം അനുഭവപ്പെടാറുണ്ട്, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ വരാറുണ്ട്, ദഹനക്കുറവ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരാറുണ്ട്. പലപ്പോഴും നമുക്ക് ഓഫീസിലിരിക്കുമ്പോഴും അല്ലാതെ ആയാലും ആഹാരം കഴിച്ചാലും ഒക്കെ നല്ല ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടാവും. രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ എത്ര സമയം നിങ്ങൾ കിടന്നാലും ഉറക്കം വരാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് പലപ്പോഴും നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം മാറാത്ത അവസ്ഥയുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ തുടക്കമാകാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് കൂടുന്നതിൻ്റെ ആവാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമാകാം ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ സിംറ്റംസ് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് കാണിച്ചു തന്നാലും നിങ്ങളെന്താ ചെയ്യുന്നത്? അതിന് എന്തുകൊണ്ട് വരുന്നു എന്ന് ആരും ചിന്തിക്കാറില്ല. പക്ഷേ നമ്മൾ ആ ഒരു സിംറ്റംസിനെ മാത്രം ക്യൂർ ചെയ്യും. തലവേദന വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കഴിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്ത് വെച്ച് റീൽസ് കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ നമുക്ക് പിടിപെടും. പലപ്പോഴും ഈ അസുഖങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. ഒരുപാട് നാൾ കൊണ്ട് നമ്മുടെ ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ തലവേദന വരുമ്പോഴും അതുപോലെ തന്നെ ക്ഷീണം അനുഭവപ്പെടുമ്പോഴും ഒക്കെ ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനുള്ള പരിഹാരം കാണുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡെയിലി നിങ്ങൾ കുറച്ച് സമയം നടക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക, 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. പലപ്പോഴും പല അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നത്. ഈ അസുഖങ്ങളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിലും നമ്മുടെ ശീലങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്. പല ആൾക്കാർക്കും ഈ ഹെൽത്തിനെ പറ്റിയിട്ടൊക്കെ നല്ല അറിവായിരിക്കും. അവർക്ക് രാവിലെ എക്സർസൈസ് ചെയ്യണമെന്നറിയാം, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഹെൽത്തി ഫുഡ് കഴിക്കണമെന്നറിയാം. ഇതൊക്കെ അറിയാമെങ്കിലും അവരൊരിക്കലും അത് കറക്റ്റായിട്ട് ചെയ്യാറില്ല. ചില ആൾക്കാർക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാനായിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിലേക്കൊരു മെസ്സേജ് അയയ്ക്കുക. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. പക്ഷേ തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്. നിങ്ങൾക്കുണ്ടാവുന്ന ഈ വാർണിംഗ് സൈൻസ് നമ്മുടെ ശരീരം നിങ്ങൾക്ക് തരുന്ന, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴായാലും നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ വരുന്നതിന് മുമ്പേ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ ശരീരം നമുക്കതിൻ്റെ സിഗ്നൽസ് തരും. പലപ്പോഴും നമുക്കിപ്പോൾ മൂഡ് സ്വിങ് അനുഭവപ്പെടാറുണ്ട്. ഹോർമോൺ ഇംബാലൻസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. സ്ട്രെസ്സ് കൂടുമ്പോൾ നമുക്ക് ഉറക്കമില്ലായ്മ വരാം. പല കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വരുന്നതിന് മുമ്പേ നമ്മുടെ ശരീരം പല ലക്ഷണങ്ങൾ കാണിച്ചു തരുന്നുണ്ടാവും.
അതൊക്കെ കണ്ടുപിടിച്ച് അതിന് പരിഹാരം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.